ഡിയർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ തണുപ്പ് കാലത്ത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ സൂപ്പിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇത് ഒരു 1/2 കിലോ ചിക്കനുണ്ട്. അത് എല്ലുള്ള ഭാഗങ്ങളാണ് കൂടുതലായി എടുത്തിരിക്കുന്നത്. ഇതൊരു 5 വെളുത്തുള്ളിയാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. പിന്നെ ഒരു വലിയ സവാള. ഇതെല്ലാം നമുക്ക് കുക്കറിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അതിന് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 4 വിസിലെങ്കിലും വരുന്ന രീതിയിൽ വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട്. അത് നന്നായി വെന്ത് കിട്ടണം. ചിക്കൻ്റെ സ്റ്റോക്ക് നമുക്ക് എടുക്കണം അതിൽ നിന്ന്, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം 4-5 വിസിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ്റെ പീസസ് എല്ലാം മാറി കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ചിക്കൻ്റെ ഇറച്ചിയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് അതിൻ്റെ സൂപ്പിലിട്ട് കൊടുക്കുന്നതിനായിട്ട് ഈ രീതിയിൽ അതിൽ നിന്നൊന്ന് പിച്ചിയെടുത്ത് മാറ്റാം. അതിനുശേഷം എല്ലാ സ്റ്റോക്കും ഒന്ന് നന്നായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ വെച്ച് ഈ രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ സ്റ്റോക്ക് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതോടൊപ്പം ഞാനൊരു 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊരു 1/2 കപ്പ് കോണാണ്, സ്വീറ്റ് കോൺ, അതുകൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ചിക്കൻ നമ്മൾ ഉപ്പിട്ട് വേവിച്ചത് കൊണ്ട് നോക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. പിന്നെ ഇതൊരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് ആദ്യം നമ്മൾ പിച്ചി മാറ്റി വെച്ചിരുന്ന ആ ചിക്കനാണ്. അതുകൂടി ഇട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റ് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാൻ. പിന്നെ ഇതൊരു 1/2 കപ്പ് വെള്ളത്തിൽ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ്. അത് നിങ്ങളുടെ സൂപ്പിൻ്റെ തിക്നെസ് എത്രത്തോളം വേണോ അതനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ആ സ്റ്റോക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ കട്ട കെട്ടി കിടക്കാനായിട്ട് സാധ്യതയുണ്ട്. അത് നമുക്ക് കോൺഫ്ലോർ എല്ലാം നന്നായി വെന്ത് വരുന്നത് വരെ നമുക്ക് അതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ കോൺഫ്ലോർ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇതൊരു മുട്ടയുടെ വെള്ള ഞാൻ നന്നായി അടിച്ച് പതപ്പിച്ചെടുത്തതാണ്. അത് കുറച്ചായിട്ട് ഒഴിച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളമാണോ ആവശ്യം, ഒരു മുട്ടയുടെ മുഴുവൻ വേണ്ട എന്നുണ്ടെങ്കിൽ പകുതി ഒഴിച്ചാലായാലും മതി. നമ്മുടെ ചൂടോടുകൂടിയ നല്ല ചിക്കൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പാണിത്, ഹെൽത്തിയുമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്